ഭരണാധികാരികൾ മരിച്ചാലും രാജ്യം തകർക്കപ്പെട്ടാലും ശത്രുവിനെ നശിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശൂന്യമായൊരു നഗരം, വർഷം 2030. സങ്കൽപ്പിക്കുക, ലോകത്തെ ഏറ്റവും വലിയ ശക്തികൾ തമ്മിൽ ഒരു ഭയാനകമായ അണുയുദ്ധം നടക്കുന്നു. റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോ നഗരത്തിന് മുകളിൽ പെട്ടെന്നൊരു വലിയ വെളിച്ചം പ്രത്യക്ഷപ്പെടുന്നു. നിമിഷങ്ങൾക്കകം അവിടെയുള്ള എല്ലാ കെട്ടിടങ്ങളും ആശയവിനിമയ സംവിധാനങ്ങളും തകർക്കപ്പെടുന്നു. റഷ്യൻ ഭരണാധികാരികളും സൈനിക തലവന്മാരും കൊല്ലപ്പെടുന്നു. രാജ്യം മുഴുവൻ നിശബ്ദമാകുന്നു. ശത്രുരാജ്യം വിചാരിക്കുന്നു, റഷ്യ തീർന്നു, ഇനി അവർക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന്. സൈബീരിയയിലെ മഞ്ഞുപാളികൾക്ക് താഴെ അതീവ സുരക്ഷിതമായ ഒരു ഭൂഗർഭ ബങ്കറിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം പെട്ടെന്ന് സജീവമാകും. അവിടെ മനുഷ്യരാരുമില്ല. ആ യന്ത്രത്തിന്റെ സെൻസറുകൾ പുറത്തെ അന്തരീക്ഷത്തിലെ റേഡിയേഷൻ അളക്കുന്നു. റേഡിയോ തരംഗങ്ങളിലൂടെ മോസ്കോയുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ മറുപടിയില്ല. തങ്ങളുടെ രാജ്യം നശിപ്പിക്കപ്പെട്ടുവെന്ന് ആ യന്ത്രം സ്വയം തിരിച്ചറിഞ്ഞു. ആ നിമിഷം ആ യന്ത്രം അതിന്റെ അവസാനത്തെ ഉത്തരവ് നടപ്പിലാക്കുന്നു. ഭൂമിക്കടിയിലെ രഹസ്യ അറകൾ, സൈലോസ്, തനിയെ തുറക്കുന്നു. അല്പം മുൻപ് വിക്ഷേപിക്കപ്പെട്ട ഒരു കമാൻഡ് മിസൈൽ ആകാശത്തേക്ക് കുതിക്കുന്നു. ഈ മിസൈൽ ശത്രുവിന്റെ മേലല്ല പതിക്കുന്നത്, മറിച്ച് റഷ്യയുടെ ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ താഴെയുള്ള 100 കണക്കിന് ആണവ മിസൈലുകൾക്ക് ഒരു സിഗ്നൽ നൽകുന്നു. അവസാനത്തെ തിരിച്ചറിഞ്ഞു. ആ സിഗ്നൽ ലഭിച്ചതും റഷ്യയുടെ പക്കലുള്ള സകല ആണവായുധങ്ങളും തനിയെ വിക്ഷേപിക്കുന്നു. റഷ്യയെ നശിപ്പിച്ച രാജ്യത്തിന്റെ ഓരോ നഗരത്തെയും ലക്ഷ്യം വെച്ച് അവ കുതിക്കുന്നു. മരിച്ചുപോയ ഒരു രാജ്യം അതിന്റെ ശത്രുവിനെ മരണത്തിന് ശേഷവും നശിപ്പിക്കുന്നു. ഇതിനെയാണ് ലോകം ഭീതിയോടെ വിളിക്കുന്നത് ഡെഡ് ഹാൻഡ്. യന്ത്രങ്ങൾ ലോകത്തെ ഭരിക്കുമോ എന്നതല്ല, യന്ത്രങ്ങൾ ലോകത്തെ നശിപ്പിക്കുമോ എന്ന പേടിയാണ് ഡെഡ് ഹാൻഡ്